ഹായ് കുട്ടീസ്, ഇന്ന് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഏപ്രിൽ മന്ത് തൊട്ട് ഞാൻ ലോങ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺഡേസിലായിരിക്കും നമ്മുടെ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്, രാവിലെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്ന ടൈം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റിക്കർ മേക്കിംഗ് ആണ്. 5 രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, വിൻറ്റേജ് തീമിലുണ്ട്, ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ 5 തരത്തിൽ നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുക്കുന്ന സ്റ്റിക്കേഴ്സുകളാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേപോലുള്ള സ്റ്റിക്കറുകളാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് കളർ കോപ്പി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ കളർ കോപ്പി എടുക്കാൻ കിട്ടാത്തവരാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് കളർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കോപ്പി എടുക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി ആണെങ്കിൽ നമുക്ക് 5 രൂപ 2 രൂപയൊക്കെ വരത്തുള്ളൂ. കളർ കോപ്പി ആണെങ്കിൽ 10 രൂപ, ചില ഷോപ്പിലൊക്കെ അതിൽ കൂടുതലായിട്ട് വരും. അപ്പോൾ പിന്നെ വേണ്ടത് ഇതുപോലെ സെലോ ടേപ്പ്, വീതിയുള്ള സെലോ ടേപ്പ് നോക്കി എടുക്കുക. എന്നിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സെലോ ടേപ്പിൽ ആ ഒട്ടുന്ന ഭാഗത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അരികു ഭാഗം കുറച്ച് ബാലൻസ് ഇട്ടിട്ട്, അതായത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം ആ ബാലൻസ് ഇടുന്ന ഭാഗമാണ് നമുക്ക് ബുക്കിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് കാണിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒട്ടിച്ച് വയ്ക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ നെയിം സ്ലിപ്പൊക്കെ മേടിക്കുമ്പോൾ ബാക്ക് സൈഡിൽ വരുന്നൊരു പേപ്പർ ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിക്കർ വന്നിട്ട് ഇതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിക്കർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ക്യൂട്ടായിട്ടുള്ള പർപ്പിൾ തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇനി അടുത്തത് വിൻറ്റേജ് തീമിലുള്ള സ്റ്റിക്കേഴ്സാണ് ചെയ്യുന്നത്. പ്രൊസീജിയർ എല്ലാം പഴയതുപോലെ തന്നെയാണ്. കോപ്പി എടുക്കുക, കട്ട് ചെയ്തെടുക്കുക ഒക്കെയാണ്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് തെറ്റി പോകുന്നുണ്ട്. വീണ്ടും റെക്കോർഡ് ചെയ്ത് ആണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത്. വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കറുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണ്ട സംഭവം എന്ന് വെച്ചാൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ. ഡബിൾ സൈഡ് ടേപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ ഡബിൾ സൈഡ് ടേപ്പ് അല്ല വേണ്ടത്, ടിഷ്യൂ ടേപ്പ് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ പോലെ തന്നെ വരുന്ന ടിഷ്യൂ ടേപ്പാണ്. ടിഷ്യൂ ടേപ്പ് വന്നിട്ട് ഇതുപോലെ നമ്മൾ ആ പേപ്പറും കളഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂ മാത്രമായിട്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. നല്ല ഈസിയാണ് നമുക്കിങ്ങനെ സ്റ്റിക്കറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നെയിം സ്ലിപ്പിൻ്റെ ഒരു ബാക്ക് സൈഡ് ഷീറ്റ് ബാലൻസ് മുന്നേ ഇവിടെ കിടന്നാണ് ഞാനിങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു ഉപയോഗം വന്നു. ഞാൻ എളുപ്പപ്പണി ചെയ്യുന്നതാണ് കേട്ടോ. കട്ട് ചെയ്ത എല്ലാ പിക്ചറുകളും ഇതുപോലെ ഇങ്ങനെ നിരത്തി ഒട്ടിച്ച് കൊടുത്തിട്ട് അപ്പോൾ അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് ജോലി നടക്കും. മടിയായതുകൊണ്ടാണ് എന്നാരും വിചാരിക്കരുത്, ഞാൻ എളുപ്പപ്പണി നോക്കിയതാണ്. അപ്പോൾ ഇനി ഈ താഴ്ഭാഗത്തൊക്കെ ഈ സ്റ്റിക്കർ ഒട്ടാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഈ സ്റ്റിക്കർ വേണം എന്നുള്ള ഭാഗത്ത് വീണ്ടും അതൊന്ന് ആ ഒരു ടിഷ്യൂ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ ഒന്ന് ഇളക്കുക, ഒട്ടിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനൊരു ഗ്ലേസിങ് കുറവായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റിക്കറും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റിക്കർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സ്റ്റിക്കറുകളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നതും ഒക്കെ സ്റ്റിക്കേഴ്സുകളാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഈ സ്റ്റിക്കറുകൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ, അത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് സ്റ്റിക്കറുകൾ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് പറയണം. പിന്നെ ഇന്നിവിടെ ഇപ്പോൾ ഒരു 5 തരത്തിലുള്ള സ്റ്റിക്കറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നത് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റിക്കർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എനിക്ക് ഈ എടുത്ത സ്റ്റിക്കറുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പശ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്റ്റിക്കായിട്ടുള്ള ഗ്ലൂ ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫെവിക്കോളിൻ്റെയൊക്കെ ലിക്വിഡായിട്ടുള്ള ഗ്ലൂ ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഡ്രൈ ആകുമ്പോൾ നല്ല ഉണങ്ങിയിരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റിക്കായിട്ടുള്ള ഗ്ലൂ ആണെങ്കിൽ ചെറിയൊരു പശയുണ്ട്. അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും ഒട്ടിച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ പോലത്തെ ഒരു പേപ്പറിൽ ഇത് ഒട്ടിച്ച് വെക്കുന്നുണ്ട്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്ലൂ തേച്ചിട്ട് ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ എവിടെയാണോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക, ഒട്ടിച്ച് കൊടുക്കുക. അവിടെ നല്ലപോലെ ഇരുന്നോളും. ഇതിപ്പോൾ ഒട്ടുന്ന എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്ത സ്റ്റിക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാലും അത് വെള്ളം തേക്കാതെ ഒട്ടുന്ന ഒരു ടൈപ്പ് ഗ്ലൂ ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം.
ഈ ചെയ്ത 5 സ്റ്റിക്കറുകളിൽ ശരിക്കും ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കർ എന്ന് പറയാനായിട്ട് ഉള്ളത് ഈ ഒരു സ്റ്റിക്കറാണ്. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വരച്ചിട്ട് ചെയ്ത സ്റ്റിക്കറുകളാണ്. അതായത് ഔട്ട്ലൈൻ വരച്ചിട്ട് കളർ കൊടുത്തിട്ട് ചെയ്തെടുക്കുന്ന സ്റ്റിക്കറുകളാണ്. അപ്പോൾ ഇതുപോലെ വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ വരയ്ക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം അവിടെ പേപ്പർ കോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ആപ്പ് വരും. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു പിക്ചർ എടുക്കുക. നമ്മുടെ സൈഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതവിടെ ലോക്കായിരുന്നോളും. ഇനി അത് അനങ്ങത്തില്ല. ഇനി നമുക്ക് പേപ്പർ വെച്ച് ആ പിക്ചർ ഒന്ന് വരച്ചെടുക്കാം. സൈഡ് ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് മാറിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേപ്പർ കോപ്പിയിൽ നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ ആ പിക്ചറുകൾ വേണ്ടത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അതും പ്ലേ സ്റ്റോറിൽ പോവുക, പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ ഒരു പിക്ചർ എടുക്കുക. അതേ താഴ്ഭാഗത്ത് 3 ഡോട്ട് കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺലോഡ് എന്ന് കാണിക്കും. ആ പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിൽ പോയി നോക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഗാലറിയിൽ കാണും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പേപ്പർ കോപ്പി യൂസ് ചെയ്യുന്നതും പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നതും. അപ്പം റിയൽ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് കട്ട് ചെയ്യുക, ഒട്ടിക്കുക, അത്ര പരിപാടിയേ ഉള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റിക്കർ നോക്കാം എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്. നമ്മൾ ജേർണൽ സപ്ലൈസ് ഒക്കെ മേടിക്കുമ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കറുകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. റാൻഡം ആയിട്ടുള്ള കുറച്ച് ഷേപ്പുകൾ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. അമീബയുടെ ഷേപ്പോ വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കുറച്ച് ഷേപ്പുകൾ വരച്ചു കൊടുക്കുക. വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് ലൈറ്റ് ഷെയ്ഡ് കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്രഷ് പെൻ കയ്യിലുള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിനുശേഷം അതിൽ നമ്മുടെ നോർമൽ പെൻ കൊണ്ട് കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ വരച്ച് കൊടുക്കുക. ഇതുപോലെ. എന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഒട്ടിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഇന്ന് 5 ടൈപ്പിലുള്ള സ്റ്റിക്കറുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 എണ്ണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുന്ന കുട്ടീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ.